നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഫ്ലട്ടറിൽ ഇമേജ് സ്ലൈഡർ അല്ലെങ്കിൽ കറോസൽ സ്ലൈഡർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാക്കേജ് അവൈലബിൾ ആണ്. നമുക്ക് പബ്ഡെബിൽ പോയി കഴിഞ്ഞാൽ പാക്കേജസ് കിട്ടും. പക്ഷെ പാക്കേജ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു കറോസൽ സ്ലൈഡർ അല്ലെങ്കിൽ ഇമേജ് സ്ലൈഡർ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി റൺ ചെയ്ത പ്രൊജക്റ്റിൻ്റെ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി കോഡ് ചെയ്തതാണ്. ദെൻ ഈ കോഡ് ഒന്നുകൂടി നമ്മൾ ഫ്രം സ്ക്രാച്ച് നമ്മൾ ഒന്നുകൂടി ചെയ്യാൻ പോവാണ്. ആൻഡ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും എങ്ങനെയാണെന്നുള്ള കാര്യം. നമുക്ക് ഇതാണ് വേണ്ടത്. ഇവിടെ ഈ ഒരു സ്ലൈഡർ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ആപ്പിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇതേപോലെയുള്ള സ്ലൈഡേഴ്സ് ഓട്ടോമാറ്റിക്കലി ലൂപ്പ് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യുന്നുണ്ടാവും. അവിടെ നമ്മൾ ഓഫേഴ്സ് വരുന്നുണ്ടാവും. ഇതിന് ഓൺ ടാപ്പ് ഉണ്ടായിരിക്കും. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പേജിലേക്ക് പോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ആപ്ലിക്കേഷനകത്തൊക്കെ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പാക്കേജ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഐ പ്രിഫർ അവർ ഓൺ വേ. നമുക്ക് എങ്ങനെ നമ്മൾ സ്വന്തമായിട്ടൊരു ഇമേജ് സ്ലൈഡർ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്ലൈഡേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇന്റർഫേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇതിനകത്ത് റോ, ദെൻ ഈ സ്ലൈഡർ, ദെൻ ഈ ഒരു ഇന്റർഫേസ്. ഞാനൊരു ജസ്റ്റ് ഒരു ആപ്പിന്റെ ഹോം പേജ് മിമിക് ചെയ്തതാണ്. അത് പെർഫെക്റ്റ് ഡിസൈൻ ഒന്നും അല്ല, ജസ്റ്റ് ഞാൻ മിമിക് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ആദ്യം മുതൽ എഴുതാൻ പോവാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് കോഡിങ്. നമ്മൾ കോഡ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ഇമേജ് സ്ലൈഡറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഈ ഇമേജ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിനകത്ത് വി ഹാവ് എ കോളം. ആ കോളത്തിനകത്ത് നമുക്ക് ഈ ഒരു ബ്ലൂ കളറിൽ ഏരിയ കാണുന്നതാണ് നമ്മളുടെ ഓരോ ദാറ്റ് ഏരിയ, അതായത് ആ സ്ലൈഡർ ഏരിയ. ഫ്രം ഇതിൻ്റെ നടുവിലുള്ള ഏരിയയിലാണ് നമുക്ക് എന്ത് കാണേണ്ടത്. നമ്മൾ ഓരോ ഇമേജ് നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കി ഇമേജസ് ഇതിനകത്ത് ഈ സ്ലൈഡറിൽ ഇമേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫ്രാക്ഷൻസ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ യു ഹാവ് എ ഇൻഡിക്കേറ്റർ. ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. കറണ്ട് ഇമേജിന്റെ പൊസിഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഇൻഡിക്കേറ്ററിൽ ചെയ്യുന്നത്. ഇപ്പൊ ഏത് ഇമേജ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, രണ്ടാമത്തെ ഇമേജ് ആണ്. സോ എത്ര ഇമേജസ് ഉണ്ടോ അത്രയും ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും. ദെൻ ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പേജ് വ്യൂസ് എന്ന് പറയുന്ന വിഡ്ജറ്റ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ പേജ് വ്യൂ ബിൽഡർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പേജ് മൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ പേജ് കൺട്രോളർ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു ഇമേജ് സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് ഒരു അനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അനിമേറ്റഡ് കണ്ടെയ്നർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ ഫെമിലിയർ ആയിരിക്കില്ല ചില ആളുകൾ അനിമേറ്റഡ് വിഡ്ജറ്റുകളെ. അനിമേഷൻസ് രണ്ട് തരത്തിലുണ്ട്. ഇംപ്ലിസിറ്റ് അനിമേഷൻസും ഉണ്ട്, എക്സ്പ്ലിസിറ്റ് അനിമേഷൻസും ഉണ്ട്. നമ്മൾ ഓൾറെഡി ഫ്ലട്ടർ ഷിപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ അതിനകത്ത് ഓൾറെഡി നിങ്ങൾക്ക് അനിമേറ്റഡ് വേർഷൻ ഓഫ് വിഡ്ജറ്റുകളുണ്ട്. അതാണ് അനിമേറ്റഡ് കണ്ടെയ്നർ ഒക്കെ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ്, വിഡ്ത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ അനിമേറ്റഡ് കണ്ടെയ്നർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇംപ്ലിസിറ്റ് അനിമേഷൻ ആണ്. ഇതല്ല, നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മളതായിട്ടുള്ള അനിമേഷൻ കൺട്രോളർ ഒക്കെ വെച്ച് എഴുതണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സ്പ്ലിസിറ്റ് അനിമേഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഐ വിൽ ഡു എ വീഡിയോ ഓൺ അനിമേഷൻ ഇൻ ഫ്യൂച്ചർ. ഓക്കെ, സോ നമ്മൾ ബേസിക് കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം, അനിമേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ഇതിൽ പേജ് വ്യൂ ബിൽഡറിനകത്ത് ബിൽഡർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇറ്റ് ഈസ് ഗോയിങ് ടു ബിൽഡ് സംതിങ്. അപ്പോൾ അതിന് ഐറ്റം കൗണ്ട് കാണും. അത് റിട്ടേൺ ചെയ്യുന്ന ഒരു വിഡ്ജറ്റ് ആയിരിക്കും. ആ വിഡ്ജറ്റുകളാണ് എന്ത്, ഈ പേജ് വ്യൂ ബിൽഡർ റിട്ടേൺ ചെയ്യുന്ന വിഡ്ജറ്റുകളാണ് ഇതിലെ ഓരോ ഇമേജസും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരേണ്ട ഒരു കണ്ടെയ്നേഴ്സ്. അത് ഇമേജ് ആയിക്കോണമെന്നില്ല, കണ്ടെയ്നർ ആവാം. എനി വിഡ്ജറ്റ് നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ലൈഡർ ഉണ്ടാക്കണം, ഈ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കണം. then അതിന്റെ മുകളിലൊക്കെ നമ്മൾ വേറെ ഹോം പേജിൽ അല്ലെങ്കിൽ ആ പേജിലുള്ള വിഡ്ജറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുത്തിട്ട്, ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഏതും ഉപയോഗിക്കാം. ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ്. ഓക്കെ, ദിസ് ഇസ് നോട്ട്. ഐ എം ഗോയിങ് ടു യൂസ് ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ്. ഓക്കെ, നേരത്തെ വന്നത് നാറ്റീവ് പ്രൊജക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. Then you can give slider demo. സ്ലൈഡർ എന്ന് പറയുന്ന വിഡ്ജറ്റ് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ആ വിഡ്ജറ്റ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സ്ലൈഡർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആപ്പിന് പേര് കൊടുത്താണ്. സ്ലൈഡർ വിഡ്ജറ്റ് വേറെ ഉണ്ട് ഇതിനകത്ത്.
നമ്മൾ പേജ് വ്യൂ ബിൽഡർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് വാണ്ട് വിൻഡോസ് വെബ് ആൻഡ് മാക്, ഐ ഡോണ്ട് വാണ്ട് ലിനക്സ്, ഐ ജസ്റ്റ് നീഡ് ആൻഡ്രോയിഡ് ആൻഡ് iOS. ഓക്കെ, ആൻഡ് യു ക്യാൻ ഗീവ് ദ പാക്കേജ് നെയിം. ഇപ്പോൾ നമ്മൾ പഠിക്കുക ആയതുകൊണ്ട് യു ക്യാൻ ഗോ വിത്ത് ദിസ് എക്സാമ്പിൾ, ദെൻ ക്രിയേറ്റ്. Okay, so it is going to create a new project. Let's wait for the open project dialog box. Then you can open this in a new window. Okay, now I think that is opened in a new window. This is the project. Okay, so first of all, first thing first, let's clear everything from here. I'm going to clear this thing. Then I don't want this home page. Okay, and I don't want this. Okay, so let's create a new page, new dot file that is called home page, home underscore page, and import material, then create a stateful widget called home page. Okay, that's it. Then create a scaffold inside it, then call that home page here, home page. Okay, so let's write some themes. First of all, I don't want that debug banner, debug mode checked or banner, that is right now it is true, make it false. Okay, then I need a text theme because നമ്മളൊരു ഡാർക്ക് മോഡിലാണ് കണ്ടത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് തീമിനകത്ത് നിന്ന് ടെക്സ്റ്റ് തീമിനെ കോൾ ചെയ്തു. Then you have something called title large, and you can have text style and provide a color white. Okay, then I'm going to use an app bar, so app bar theme that is coming from app bar theme. Then you can have the color, background color, that should be transparent, colors.transparent. Okay, so let me run this on my emulator. Okay, so let's run this. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഹോം പേജിൽ വരിക. ഹോം പേജിൽ വന്നിട്ട് ആൻഡ് I'll show you the UI. The UI is നമ്മൾ ബിൽഡ് ചെയ്തത് I think responsive app, shared preference, there are a lot of apps here. Okay, and I need an app bar here, app bar. Okay, and the color of that app bar is let me copy. We are moving with the dark theme, so background color that should be black. Okay, then I don't want app bar transparent on. Then I'm going to make the extend body behind app bar is true. No, it is true. Okay, and save it. Then the body, ഇതിന്റെ body എന്ന് പറയുന്നത് that should be a column. Or we can go with safe area because we are extending the body behind app bar. Safe area, the child should be a column. Okay, column have children's. Okay, it's not children's. I just spelled it wrongly. Okay, children, it's already plural. Then ഇവിടെ ആദ്യം ഞാൻ എന്ത് ചെയ്തു, I'm going to create a row and the child should be again a container. Then the child should be again a row, and the children, then the text. Okay, text should be, I have something called welcome. Then let's write a style here. Style, it is coming from theme dot of context dot text theme dot title large, and we already wrote that theme here, title large, that should be white. Okay, color white ആണ്. ഫോണ്ട് സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഡീഫോൾട്ട് അതിൻ്റെ ഡീഫോൾട്ട് ബിഹേവിയറിലാണ് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സേവ് ദിസ്. നൗ യു ഹാവ് എ ടെക്സ്റ്റ് ഹിയർ. ഐ നീഡ് എ പാഡിംഗ് ഹിയർ, സോ ലെറ്റ്സ് റാപ്പ് ദിസ് കോളം വിത്ത് എ padding. I don't want the top padding, I just need an padding only on the left and right. So you can go with symmetric and horizontal 20. Save it. Now you have a padding. Then I need a name besides that text. So let's copy this thing. Let me write a name that should be my name, Jobin, and save it.
Okay, if you want a space here, you can have a spacer here. There is a widget called spacer, and you can call the spacer here and put a comma here also. And already a comma done. Save it. Okay, and you have an error here. Spacer will take the whole width, so that is the issue, and I need wrap with expanded. Now you can see the spacer appears here. Okay, then ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. Then I need something like this. ഇതിൻ്റെ അപ്പുറത്ത് I need a circle over, then save it. Okay, then ഇവിടെ എനിക്ക് again നിങ്ങൾക്ക് സൈസ്ഡ് ബോക്സ് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് സ്പേസർ കാണിച്ചതെന്നാണ്. Then you can have a width of 20. Okay, this is how UI looks like. ഇനി ഇതിൻ്റെ താഴെ ഇതിൻ്റെ പുറത്ത് ഇവിടെ I need a sized box here. I'm going with sized box, height of 20. Then I need a text again and copy that text from here. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത് because UI ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. We are concentrating on that slider. So exciting offers for you. Okay, so I have a text here and it is in center because the column alignment we haven't set any alignment here, and put a cross axis alignment start. Now that is on left side. Okay, so ഇതിൻ്റെ താഴെയാണ് നമുക്ക് എന്ത് വേണ്ടത്. We need a slider here. So ഇത് കോപ്പി ക്ലോസ് ചെയ്തു, and ഇതിൻ്റെ താഴെ I need a sized box here. Then copy this thing and put a comma. Don't forget the comma inside a column because it is a list, and after every list item you have to put a comma. Okay, that's a basic thing. ഇനി നമുക്ക് വേണ്ടത് I'm going to create a new file because എനിക്ക് ഇവിടെ തന്നെ ഫുൾ എഴുതാം, പക്ഷെ ഞാൻ ഇന്ന് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി I'm going to create a new dot file called carousel. Carousel CAROUS carousel and carousel page. Okay, carousel വെബിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് carousel. ആ സ്ലൈഡറിനാണ് വിളിക്കുന്നത് carousel slider എന്നുള്ളത്. Okay, and inside this thing I'm going to go with the material import. Then ഇനി എന്ത് വേണം, ഇനി നമുക്ക് നമ്മളെ സ്ലൈഡർ ഓർമ്മ ഉണ്ടല്ലോ, അത് ഞാൻ ആ ഇമേജ് കാണിച്ചത് ഇതാണ്. നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ stateful widget that is carousel page or screen, whatever name you can use, carousel screen. Okay, then this is going to return because ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, ഇത് നമ്മൾ ഇവിടെയാണ് കോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, സ്കഫോൾഡ് ഒന്നും കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. This is just a what you can have a column. You can see here. I think I don't need a column here. I just need a what? I just need a sized box. Sized box ഇല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. PageView.builder എഴുതാം. PageView.builder. Okay, this is a PageView. ഈ PageView.builder ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മൾ ഓൺബോർഡിംഗ് സ്ക്രീൻ ഒക്കെ ബിൽഡ് ചെയ്യാം. അതായത് ആപ്പ് തുറന്നു വരുമ്പോൾ ഫസ്റ്റ് ടൈം തുറന്നു വരുമ്പോൾ കാണുന്ന കുറേ സ്ക്രീൻസ് ഒക്കെ ഉണ്ടായിരിക്കും, ഓൺബോർഡിംഗ് സ്ക്രീൻസ്. അത്തരം സ്ക്രീൻസ് ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം ഈ PageView.builder ഉപയോഗിച്ചിട്ട്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ പല സ്ഥലത്തൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. ഐറ്റം ബിൽഡർ എപ്പോഴും എന്തായിരിക്കും, കോണ്ടെക്സ്റ്റ്. ദെൻ ഇവിടെ പേജസ് ആയതുകൊണ്ട് ദാറ്റ് ഷുഡ് ബി ആൻ ഇൻറ്റീജർ വാല്യൂ. കോണ്ടെക്സ്റ്റ് ദെൻ എത്ര പേജ് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഇത് പേജിന്റെ കൗണ്ട് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്ന വേരിയബിളിന്റെ പേരും അതുമായി റിലേറ്റ് ചെയ്തൊരു പേര് ഞാൻ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഷുഡ് ബി ദ പേജ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പേജ് പൊസിഷൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊടുത്തു. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ what this is going to, let me write a container here. Container, give a height of 150 and a width of 250 width. Then width 250 കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വിഡ്ത്തിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വിഡ്ത്തൊക്കെ ഇവിടെ കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം, ആൻഡ് റിട്ടേൺ ആയിട്ട് സെമിക്കോളം വേണം. ലെറ്റ് മി ഗിവ് എ കളർ ഓഫ് എ പർപ്പിൾ കളർ. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിന് ഐറ്റം കൗണ്ട് വേണം, എത്ര എണ്ണം ഉണ്ടാവണം, എത്ര എണ്ണം ബിൽഡ് ചെയ്യണം. സി ഐ നീഡ് 3. ഓക്കെ, സോ ലെറ്റ് മീ കോൾ ദാറ്റ് ഹിയർ. ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ എഴുതിയത് PageView.builder ആണ് അവിടെ എഴുതിയത്. ലെറ്റ് മീ കോൾ ദാറ്റ് carousel slider here, carousel screen. Okay, and if you
reboot this app, you'll get an error here. ഹാഷ് സൈസ് എറർ ഉണ്ടായിരിക്കും. അതായത് ഇവിടെ ഹാഷ് സൈസ് എറർ അടിച്ചിട്ടുണ്ട് റെൻഡർ ബോക്സിനകത്ത്, റെൻഡറിങ് എറർ ആണ്. ഇതിന് കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇതിൽ എന്താ ഉള്ളത്, ഇതിലൊരു പേജ് വ്യൂ ബിൽഡർ ആണുള്ളത്. പേജ് വ്യൂ ബിൽഡറിന് ഇറ്റ് ഷുഡ് ഹാവ് എ കൺസ്ട്രെയിൻ ഹൈറ്റ്. ഇതിന് മസ്റ്റ് ആയിട്ടും ഒരു ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഇതൊരു കോളത്തിലാണ് കിടക്കുന്നത്, കോളത്തിന്റെ ഉള്ളിലേക്കാണ് ഇത് വന്നത്. അപ്പോൾ കോളത്തിൽ ഇയാൾ ഇത് ഫുൾ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവർക്കൊന്നും അലോട്ട് ചെയ്യാൻ എന്തില്ല, ഹൈറ്റ് ആ കോളത്തിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ യു ഷുഡ് ഹാവ് ടു മെൻഷൻ ഹിയർ how much height he can take. So അപ്പോൾ ഞാനിതിനെ ഒന്നെങ്കിൽ ഒരു കണ്ടെയ്നർ വെച്ച് റാപ്പ് ചെയ്യുക. യു ഡോണ്ട് ഹാവ് ടു യൂസ് എ കണ്ടെയ്നർ. എപ്പോഴും കണ്ടെയ്നർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, യു ക്യാൻ റാപ്പ് ഇറ്റ് വിത്ത് എ സൈസ്ഡ് ബോക്സ്. ഓക്കെ, ഗിവ് ഇറ്റ് എ ഹൈറ്റ്. ഐ എം ഗോയിങ് ടു ഹാവ് എ 250 ഹൈറ്റ്. ഓക്കെ, ഞാൻ ഹൈറ്റ് കൊടുത്തു. ആൻഡ് ഇഫ് യു വാണ്ട് ദ വിഡ്ത്ത്, യു ക്യാൻ ടേക്ക് ദ വിഡ്ത്ത് ഫ്രം ദ മീഡിയ ക്വറി. മീഡിയ ക്വറി ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, ഓഫ് കോണ്ടെക്സ്റ്റ് ഒരു എക്സ്പോ കൂടി, of context dot size dot width. Okay, and let's reboot this thing. Now you can see you have a slider here. Okay, it's not a slider, it's a page view. ഇനി നമ്മൾ ഇതിനെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, യു ആർ ഗോയിങ് ടു കസ്റ്റമൈസ് ദിസ് തിങ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലെറ്റ്സ് ഹാവ് എ മാർജിൻ ഈസ് കമ്മിങ് ഫ്രം എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൺലി. ഐ നീഡ് എ റൈറ്റ് മാർജിൻ ഓഫ് 10. And you can see a margin here. ഇവിടെ എന്തുണ്ട്, ഇതുണ്ടോ, it already sliding. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ആഡ് എ പേജ് വ്യൂ ബിൽഡർ. ഒരു പാക്കേജോ ആവശ്യമല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മളെ ആവശ്യം എന്ന് പറയുന്നത് നമുക്കിത് അനിമേറ്റഡ് ആയിരിക്കണം, ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്യിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പേജ് മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ കറോസൽ സ്ലൈഡറിൽ വന്നാൽ ഈ പേജ് വ്യൂ ബിൽഡറിന് നിങ്ങൾക്ക് കൺട്രോളർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. സോ ഐ എം ഗോയിങ് ടു ഡിഫൈൻ എ കൺട്രോളർ ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, പേജ് കൺട്രോളർ ടൈപ്പിലുള്ള ഒരു കൺട്രോളർ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഡിഫൈൻ. ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ആസ് ലേറ്റ് പേജ് കൺട്രോളറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കുക. പേജ് കൺട്രോളർ അണ്ടർസ്കോർ പേജ് കൺട്രോളർ. ഓക്കെ, ദിസ് ഈസ് എ ലേറ്റ് വേരിയബിൾ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ലേറ്റ്, ഫൈനൽ, സ്റ്റാറ്റിക് അങ്ങനത്തെ ടൈപ്പ്. ആ ഒരു ദിസ് ഇസ് സംതിങ് കോൾ ആക്സസ് മോഡിഫയർ. അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു കീവേഡ്സിനെ പറ്റി നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കും. ലേറ്റ് ആണ്, ഇത്രേ ഉള്ളൂ. ദിസ് ഈസ് എ ലേറ്റ് കീവേഡ്. പിന്നീട് അത് എന്ത് ചെയ്യും, ഇനീഷ്യലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ വി ഹാവ് ടു ഇനീഷ്യലൈസ് ദിസ് തിങ്. ഇനി സ്റ്റേറ്റ്, സി ലെറ്റ് മീ റൺ വിത്തൗട്ട് ഇനീഷ്യലൈസിങ് ദിസ് തിങ് ആൻഡ് റീബൂട്ട് ദിസ് തിങ്. You will get an error. And അത് ഈ എറർ ഇവിടുന്ന് വന്നാണ്. ആൻഡ് ലെറ്റ് മീ കമന്റ് ദിസ് തിങ്. ഓക്കെ, ലെറ്റ്സ് റീബൂട്ട് ദിസ് തിങ്. റീബൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇത് ലേറ്റ് കീവേഡ് ആയതുകൊണ്ട് യു ഹാവ് ടു ഇനീഷ്യലൈസ് ദിസ് തിങ്. അപ്പോൾ ഞാൻ ഇനിറ്റ് സ്റ്റേറ്റിനകത്ത്, അതായത് ഈ പേജ് ലോഡ് ചെയ്ത് വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കൺട്രോളർ ഇൻസ്റ്റൻസ് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അണ്ടർസ്കോർ പേജ് കൺട്രോളർ ഡോട്ട് എന്ത് ചെയ്യണം, പേജ് കൺട്രോളർ ഡോട്ട് അല്ല, ഈക്വൽ ടു എന്ത് ചെയ്യണം, പേജ് കൺട്രോളർ. ഓക്കെ, പേജ് കൺട്രോളറിന് ഇറ്റ് ഹാസ് 2 പാരാമീറ്റേഴ്സ്. വൺ ഈസ് കോൾഡ് ഇനീഷ്യൽ പേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ 0 എന്ന് കൊടുത്തു. ദെൻ യു ക്യാൻ ഹാവ് എ വ്യൂ പോർട്ട് ഫ്രാക്ഷൻ. ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് ആസ്, ലെറ്റ്സ് ഗിവ് 0.8 വാട്ട് എവർ. ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദിസ് തിങ്. ഇതെന്താണെന്നുള്ളത് വ്യൂ പോർട്ട് ഫ്രാക്ഷൻ എന്നുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഒരു പേജ് കൺട്രോളർ ഇനീഷ്യലൈസ് ചെയ്തു ആൻഡ് അസൈൻ ദറ്റ് കൺട്രോളർ ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ കൺട്രോളറിൽ യു ക്യാൻ അസൈൻ ദറ്റ് പേജ് കൺട്രോളർ. ഓക്കെ, ദെൻ റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിതിൽ പേജ് ബിൽഡർ റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, വി നീഡ് എ ലിസ്റ്റ്, ഇമേജുകൾ വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി എഴുതി വെച്ചൊരു ലിസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ലെറ്റ്സ് കോപ്പി. ഐ എം ഗോയിങ് ടു കോപ്പി ദസ് ലിസ്റ്റ് ഹിയർ ആൻഡ് ഇറ്റ് ഹാസ് 1 2 3 4 ഇമേജസ് ഉണ്ട്. ഈ ഇമേജസ് ആണ് ഇവിടെ ലോഡ് ആവേണ്ടത്. ഇവിടെ നോക്ക്, ഈ വ്യൂ പോർട്ട് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ റീബൂട്ട് ചെയ്യാം. റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതായത് ഇത് വന്നിട്ട് അതിന്റെ പകുതി ഇപ്പുറത്ത് കാണുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ മേക്ക് ദിസ് 1. ഇത് ഞാൻ 1 എന്നാക്കി ആൻഡ് റീബൂട്ട് ദിസ് തിങ്. നൗ യു ക്യാൻ സി ഒരൊറ്റൊരെണ്ണേ കാണുന്നുള്ളൂ സ്ക്രോൾ ചെയ്താൽ. അപ്പോൾ ഇതാണ് ആ വ്യൂ പോർട്ട് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. യു ക്യാൻ റെഡ്യൂസ് ദിസ് തിങ്. ഇഫ് ഐ റെഡ്യൂസ് ഇറ്റ് ടു 0.2, ദെൻ ഞാൻ ഇതിനെ 0.2 എന്ന് റെഡ്യൂസ് ചെയ്തു. ഇങ്ങനെ കാണുള്ളൂ. ഇതുണ്ടോ, ഓൾറെഡി എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ആ ഒറ്റ വ്യൂ പോർട്ടിനകത്ത് കംപ്ലീറ്റ് അതിനകത്തുള്ള
നമ്മൾ കൊടുത്ത കൗണ്ട് 3 ആണ്, 3 അവിടെ കാണുന്നുണ്ട്. ലെറ്റ് മീ ഹാവ് 0.9. ഓക്കെ, നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ഇനിയും ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയിക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ഫ്രാക്ഷൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യു ക്യാൻ പ്ലേ വിത്ത് ദാറ്റ്. അത് നമുക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ എമുലേറ്റർ ഏതാണോ അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ പേജ് വ്യൂ ബിൽഡർ റിട്ടേൺ ചെയ്യുന്നപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് കണ്ടെയ്നർ ആണിത്. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് സംതിങ് കോൾഡ്, ഒരു മെത്തേഡ് എഴുതാണ് ഇവിടെ. ആ മെത്തേഡ് എന്തായിരിക്കും, ഒരു അനിമേറ്റഡ് കണ്ടെയ്നർ ഞാൻ എഴുതുന്നുണ്ട്. ഐ എം ഗോയിങ് ടു ഹാവ് സംതിങ് കോൾഡ് അനിമേറ്റഡ് കണ്ടെയ്നർ ആൻഡ് ദ നെയിം ഈസ്, യു ക്യാൻ ഗിവ് ഇറ്റ് സ്ലൈഡർ ആൻഡ് നെവർ ഗിവ് ഇറ്റ് ക്യാപിറ്റൽ സ്ലൈഡർ ബിക്കോസ് ഓൾറെഡി ഇതിനകത്തൊരു വിഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സ്ലൈഡർ എന്നാണ് പേര് കൊടുത്തത്. ദെൻ സ്ലൈഡർ ഈസ് ഗോയിങ് ടു റിട്ടേൺ, ദിസ് ഇസ് എ മെത്തേഡ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, റിട്ടേൺ ടൈപ്പ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പാണ് എന്ത്, അനിമേറ്റഡ് കണ്ടെയ്നർ. അപ്പോൾ അനിമേറ്റഡ് കണ്ടെയ്നർ എഴുതുക. ഈ അനിമേറ്റഡ് കണ്ടെയ്നറിന് എന്തുണ്ട്, അതായത് ഇത് ഇംപ്ലിസിറ്റ് അനിമേഷൻസ് ആണ്. ഇതിനകത്ത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഡ്യൂറേഷൻ ക്ലാസ് ആൻഡ് ഐ എം ഗോയിങ് ടു ഗിവ് മില്ലി സെക്കൻഡ്സ്, ഒരു 500 മില്ലി സെക്കൻഡ്സ് കൊടുത്തു. ദെൻ യു ക്യാൻ ഡിസൈഡ് ദ കേർവ്സ് എന്ന് പറയുന്നത് എങ്ങനെ അത് അനിമേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിമേഷൻ്റെ അപ്പിയറൻസ് ആണ്. കേർവ്സ് എന്ന് പറയുന്നത് ഐ നീഡ് ബൗൺസ് ഔട്ട് ഓർ ബൗൺസ് ഇൻ ഔട്ട്, ഈ അനിമേഷനാണ് വരേണ്ടത്. ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ഒരു പേജ് അപ്പം മാറുമ്പോഴുള്ള ആ ട്രാൻസിഷനാണ്. ദെൻ ഇനി വേണ്ടത്, ലെറ്റ് മീ ഹാവ് എ ഡെക്കറേഷൻ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ആ ഇമേജ് ലോഡ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, യു ക്യാൻ ഹാവ് ഡെക്കറേഷൻ, ബോക്സ് ഡെക്കറേഷൻ. ഇറ്റ്സ് എ കണ്ടെയ്നർ. ആ നോർമൽ നമ്മളെ കണ്ടെയ്നറിലെ എല്ലാ പ്രോപ്പർട്ടി ആർക്കുണ്ട്, അനിമേറ്റഡ് കണ്ടെയ്നർ ഉണ്ട്. കണ്ടെയ്നർ, ദെൻ യു ക്യാൻ ഹാവ് എ ഇമേജ്, ദെൻ ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഡെക്കറേഷൻ ഇമേജ്. ദെൻ ഇറ്റ് ഹാസ് ഇമേജ് പ്രോപ്പർട്ടി ആൻഡ് അവർ ഇമേജ് ഈസ് നെറ്റ്വർക്ക് ഇമേജ് ആണ്. ബിക്കോസ് ഇവിടെ നോക്ക് എല്ലാം HTTP ഇമേജസ് ആണ്. ഞാനത് കോപ്പി ചെയ്താണ്, ടു ബി ഫ്രാങ്ക് ഞാനത് കോപ്പി ചെയ്താണ്. ഓക്കെ, ദെൻ ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യണം, നെറ്റ്വർക്ക് ഇമേജിന് ഇത് അസെറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. അല്ലെങ്കിൽ നെറ്റ്വർക്ക് അസെറ്റ് ഡോട്ട് നെറ്റ്വർക്ക് അല്ല, അസെറ്റ് ഡോട്ട് ഇമേജ്, ഇമേജ് ഡോട്ട് അസെറ്റ്, ഇമേജ് ഡോട്ട് നെറ്റ്വർക്ക് എന്നൊക്കെ കൊടുത്തിട്ടില്ല. അങ്ങനെ ചൈൽഡായിട്ട് കൊടുക്കുമ്പോഴാണ് ഇത് നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്താണ് നെറ്റ്വർക്ക് ഇമേജ് എന്ന് കൊടുത്തത്. ആൻഡ് ദിറ്റ് ഷുഡ് ബി, ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് ഇമേജസ്. നമ്മളുടെ ഇതിനെ ആക്സസ് ചെയ്യണം. ഇത് ഈ ഫംഗ്ഷൻ ഞാൻ ഈ ക്ലാസ്സിന്റെ പുറത്ത് എഴുതിയോണ്ട് നിങ്ങൾക്ക് അത് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ലെറ്റ്സ് ഹാവ് സംതിങ് ലൈക്ക് ഇമേജസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടാക്കി. ദെൻ ഇറ്റ് ഹാസ് വൺ മോർ പേജ്. നമുക്ക് അതിൻ്റെ ഈ പേജിന്റെ പൊസിഷൻ ഇവിടെ കിട്ടണം. അപ്പോൾ ഞാൻ പേജ് പൊസിഷൻ എന്ന് പറഞ്ഞൊരു വേരിയബിൾ വേറെ ഉണ്ടാക്കി, പേജ് പൊസിഷൻ. ദെൻ ഏതാണോ ആക്റ്റീവ് ആയിട്ടുള്ള പേജ് അത് ഏതാണെന്ന് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ ഉണ്ടാക്കി. ദെൻ ഇവിടെ വന്നിട്ട് ഇത് റിട്ടേൺ ചെയ്യുന്നത്, നൗ ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ ദിസ് സ്ലൈഡർ. ദെൻ ഇമേജസ്, ആ ഇമേജസ് തന്നെയാണ് പേജ് പൊസിഷൻ. ആൻഡ് വി ഡോണ്ട് ഹാവ് എനി ആക്റ്റീവ് തിങ് ഹിയർ. ആക്റ്റീവ് എന്നുള്ള വേരിയബിൾ നമുക്ക് അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആക്റ്റീവ് എന്നുള്ള വേരിയബിൾ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് ഇത് സ്ലൈഡ് ചെയ്യുമ്പോൾ ഏത് പേജാണോ കറൻ്റ്ലി നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് ആ പേജാണ് കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള പേജ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഐറ്റം കൗണ്ട്, ഈ 3 എന്ന് എഴുതിയത് ഇനി മുതൽ എന്തായിരിക്കും, നമ്മളുടെ ഇമേജസ് ലിസ്റ്റിൻ്റെ ലെങ്ത് ആയിരിക്കും. ഇമേജസ് ഡോട്ട് ലെങ്ത് എന്ന് എഴുതി. ഓക്കെ, ദെൻ യു ക്യാൻ ഹാവ് സംതിങ് കോൾഡ് ഓൺ ചേഞ്ച്ഡ്, ഓൺ പേജ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു അക്സെപ്റ്റ്, ഇവിടെ നോക്ക് ഓൺ പേജ് ചേഞ്ച്, ഇവിടെ കൊണ്ടുപോയി മൗസ് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റീജർ ടൈപ്പുള്ള ഒരു പാരാമീറ്റർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യണം, ഓൺ പേജ് ചേഞ്ചിൽ ഞാനൊരു ചെറിയൊരു ലോജിക്ക് ഇവിടെ എഴുതുന്നുണ്ട്. ഐ നീഡ് കറണ്ട് പേജ്, ഒരു വേരിയബിൾ ഉണ്ടാക്കി, കറണ്ട് പേജ് ഇൻറ്റീജർ ടൈപ്പിൽ ഈക്വൽ ടു പേജ് മോഡ് ഇമേജസ് ഡോട്ട് ലെങ്ത്. ഓക്കെ, ദെൻ ലെറ്റ്സ് പ്രിന്റ് ദിസ് തിങ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം കറണ്ട് പേജ് എന്തായിരിക്കും അതിൽ കിട്ടുക എന്നുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് കറണ്ട് പേജ് കിട്ടി. ഇനി ഞാൻ സെറ്റ് സ്റ്റേറ്റിന്, നമ്മൾ സെറ്റ് സ്റ്റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്, വേറെ പ്രൊവൈഡർ അങ്ങനത്തെ സാധനം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇത് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നത് സെറ്റ് സ്റ്റേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ പ്രൊവൈഡർ ഉപയോഗിച്ച് എഴുതാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് മാനേജ്മെന്റ് ഉപയോഗിച്ചിട്ട് എഴുതാം ഈ സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി. ജസ്റ്റ് ലെറ്റ് മീ റൈറ്റ് ദിസ് ഇൻ സെറ്റ് സ്റ്റേറ്റ്. സെറ്റ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം,
ഇനി ഞാനൊരു വേരിയബിൾ ഇവിടെ ടോപ്പിൽ ജസ്റ്റ് ഒരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്. ആൻഡ് ഇതല്ലാണ്ട് ഇതിന് ലോജിക് ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ ഇതാണ് ഫോളോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് ഹാവ് ആൻ ആക്റ്റീവ് പേജ് ഈക്വൽ ടു 0. ഓക്കെ, ഫസ്റ്റ് ഞാനൊരു പേജ് ഉണ്ടാക്കി, ഒരു വേരിയബിൾ ഉണ്ടാക്കി. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഇറ്റ് ഈസ് എൻ ഇൻഡിജർ വേരിയബിൾ ആക്റ്റീവ് പേജ് 0 എന്ന് കൊടുത്തു. ഓക്കെ, ഐ തിങ്ക് യു ആർ ഫോളോയിങ് മീ. ആക്റ്റീവ് പേജ്. ദെൻ ഇനി എന്ത് ചെയ്യണം, കറണ്ട് പേജ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു അസൈൻ ദാറ്റ് ആക്റ്റീവ് പേജ് ഈക്വൽ ടു എന്തായിരിക്കും, യുവർ കറണ്ട് പേജ്. ഓക്കെ, ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ. ആക്റ്റീവ് പേജ് ഈക്വൽ ടു കറണ്ട് പേജ് ഞാൻ എഴുതി. ഇനി ഐറ്റം ബിൽഡറിനകത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഈ ആക്റ്റീവ് ഏത് പേജാണ് ആക്റ്റീവ് എന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ഇൻഡെക്സ് ഇമേജ് പൊസിഷൻ കിട്ടണം. ഇൻഡെക്സ് എന്ന് വേരിയബിൾ ഉണ്ടാക്കി ഈക്വൽ ടു പേജ് പൊസിഷൻ വേരിയബിളിനെ കോൾ ചെയ്തു. ഓക്കെ, പേജ് പൊസിഷൻ, ദാറ്റ് ഈസ് ദിസ് തിങ്, പേജ് പൊസിഷൻ മോഡ് ഇമേജസ് ഡോട്ട് ലെങ്ത്. ഇതാണ് നമ്മളുടെ എന്ത് കറണ്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഐ എം ഗോയിങ് ടു ഹാവ് സംതിങ് കോൾഡ് ബൂൾ ആക്റ്റീവ് ഈക്വൽ ടു ഇൻഡെക്സ് ഈക്വൽ ടു എന്ത് ചെയ്യും, ആക്റ്റീവ് പേജ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ കമ്പാരിസൺ. ഈ കമ്പാരിസണിന്റെ ആൻസർ എന്താണോ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും കിട്ടുക. അത് എവിടെ സ്റ്റോർ ആവും, ഇതിൽ സ്റ്റോർ ആവും. ദാറ്റ് ഈസ് ആ വാല്യൂ ആണ് എവിടെ വരുന്നത്, ഈ ആക്റ്റീവിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ആ ലിസ്റ്റിനെ കോൾ ചെയ്യാമല്ലോ. അതായത് നമ്മളെ സ്ലൈഡറിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്നത് ഞാൻ പാസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ലിസ്റ്റ് ഇമേജസ്. ഓക്കെ, ഇമേജസിൽ എന്ത് കിട്ടണം, ഇൻഡെക്സ് പേജ് പൊസിഷൻ. ഇതിനകത്ത് നിങ്ങൾക്കൊരു കറണ്ട് പേജിന്റെ പൊസിഷൻ ഏതാന്ന് കിട്ടും. അതെടുത്തിട്ട് ആ ഇൻഡെക്സ് നമ്മളോട് പാസ് ചെയ്തു. ദെൻ യു ക്യാൻ പ്രൊവൈഡ് എ ഫിറ്റ് ഹിയർ, ബോക്സ് ഫിറ്റ്. ഫുൾ ആയിട്ട് ഫിറ്റ് ചെയ്ത് വരണം. ദാറ്റ് ഷുഡ് ബി ബോക്സ് ഫിറ്റ് ഡോട്ട് കവർ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. റീബൂട്ട് ചെയ്തു ഞാൻ. നൗ യു ഹാവ് ഇമേജ് ഹിയർ. ഇവിടെ കണ്ടോ, ഇത് സ്ലൈഡ് ആവുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം ഇവിടെ എന്തില്ല, എല്ലാം ഒന്നിച്ച് വരാനുള്ള കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വി ഹാവിൻ ഗിവൺ എനി മാർജിൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് എ മാർജിൻ ഹിയർ. ഐ നീഡ് എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൾ. ഓക്കെ, ദെൻ ഈ മാർജിനകത്ത് അനിമേറ്റ് എന്ന് പറഞ്ഞില്ലേ, ആ അനിമേഷനാണ് ഞാൻ എഴുതാൻ പോകുന്നത്. എല്ലാത്തിനും ഒരേ മാർജിനാണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ടാണ് അനിമേഷൻ ഒന്നും ഫീൽ ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ വേരിയബിൾ കോൾ. നമുക്കിവിടെ മാർജിൻ എന്ന് പറഞ്ഞു, മാർജിൻ എപ്പോഴും ഡബിൾ വാല്യൂ ആണ്. ഡബിൾ മാർജിൻ ഈക്വൽ ടു ആക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ദ മാർജിൻ ഷുഡ് ബി 10, അതർവൈസ് ദ മാർജിൻ ഷുഡ് ബി 20 എന്ന് കൊടുത്തു. അതർവൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ. Okay, then you can assign that margin here, then reboot this thing. Okay, now ഇവിടെ കണ്ടോ, ഇത് അതായത് ഇവിടെ നോക്ക്. Now this is the active thing. Then ഇത് മാറി വരുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് കണ്ടോ ആ മാർജിന്റെ ചേഞ്ച് കാണില്ല. ഇതാണ് ആ ബൗൺസ് ഔട്ട് അനിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മാനുവലി മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി സ്ലൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ താഴെ ഒരു സ്ലൈഡ് ഇൻഡിക്കേറ്റർ, ഇത് നമ്മളുടെ ഈ ഒരു ഏരിയ നമ്മളുടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ലൈഡ് ഇൻഡിക്കേറ്റർ ആണ്. ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. റീബൂട്ട് ചെയ്തു. ഓക്കെ, ആൻഡ് ലെറ്റ് മീ reduce this fraction from here. And ഇവിടെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ റെഡ്യൂസ് ചെയ്യാം. വാട്ട് ഇസ് ദാറ്റ്, ഇനിറ്റ് സ്റ്റേറ്റിനകത്ത് ദ ഫ്രാക്ഷൻ ഷുഡ് ബി 0.8. ഓക്കെ, ഫ്രാക്ഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്തു. നൗ യു ക്യാൻ സീ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ഇവിടെ ഇനി എന്ത് ചെയ്യണം, ആക്റ്റീവിന് മാർജിൻ എത്രയേ ഉള്ളൂ, 10 ഉള്ളൂ, അല്ലാത്തതിന് 20 ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇഫ് യു വാണ്ട് യു ക്യാൻ റെഡ്യൂസ് ദിസ് ടു 15. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഇനി ഇതിൻ്റെ താഴെ ഒരു ഇൻഡിക്കേറ്റർ വരണം. അപ്പം ഞാൻ ജസ്റ്റ് താഴെ വേറൊരു മെത്തേഡ് ഇതിൻ്റെ താഴെ എഴുതുകയാണ്. ദാറ്റ് ഷുഡ് ബി എ ലിസ്റ്റ്. ഇൻഡിക്കേറ്ററിൽ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, അപ്പോൾ ഞാനൊരു വിഡ്ജറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി. ആൻഡ് ഐ എം ഗോയിങ് ടു കോൾ ദിസ് ഇമേജ് ഇൻഡിക്കേറ്റർ. ഓക്കെ,
ഇത് രണ്ട് പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇമേജസ് ലെങ്ത് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ, ദെൻ കറണ്ട് ഇൻഡെക്സ് എന്ന് പറയുന്ന വേറൊരു പാരാമീറ്റർ. ഓക്കെ, ദെൻ ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ് ആണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡോട്ട് ജനറേറ്റ്. ഓക്കെ, എന്തായിരിക്കും ജനറേറ്റ് ചെയ്യേണ്ടത്? ലെങ്ത് എന്ന് പറയുന്നത് ഇമേജസ് ഡോട്ട്, ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദിസ് ലിസ്റ്റ് ഡോട്ട് ജനറേറ്റ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ലിസ്റ്റ് ജനറേറ്റ് ചെയ്യും, അതിനകത്ത് എന്തുണ്ടായിരിക്കും? ഇത് റിട്ടേൺ ചെയ്യാൻ പറയുന്ന ഒക്കെ എന്താണ്? ഇതിന്റെ ടൈപ്പ് വിഡ്ജറ്റ് ആയതുകൊണ്ട് ആ ലിസ്റ്റിൽ എന്തായിരിക്കും? വിഡ്ജറ്റ് ലിസ്റ്റ് ആയിരിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻഡെക്സ്, ഇവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ട്, ആൻഡ് ദിസ് കോൾ ബാക്ക് ഫംഗ്ഷൻ ഈസ് ഗോയിങ് ടു റിട്ടേൺ എ കണ്ടെയ്നർ. Okay, and put a semicolon here, and you have to put a semicolon here also. Okay, height എന്ന് പറയുന്നത് height should be 10. Smaller circle ആണ് വേണ്ടത്. Width should be 10. Okay, and you can have a margin should be a const edge inset, no edge insets dot symmetric. I need vertical 5 and horizontal 5. Okay, now I need decoration. Circle ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ബോക്സ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് you can have a shape that should be box shape dot circle. Okay, I need the color. അതായത് ഇതിനകത്ത് കളർ വരണം. അപ്പോൾ ഞാൻ കളർ റെഡ് എന്ന് ഇവിടെ കൊടുത്തു വെച്ചു. Okay, and you can call that thing on your home page. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? അല്ല, ഇവിടെ അല്ല, you can call that here image indicator, and this should be a list. image indicator നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സ്ലൈഡറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. വിഡ്ജറ്റ് ലിസ്റ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇതിനെ കോൾ ചെയ്യുക? ലെറ്റ് മീ തിങ്ക് അബൌട്ട് ദിസ് തിങ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഹോം പേജിൽ വരിക, ദാറ്റ് ഷുഡ് ബി റോ. ഓക്കെ, റോയുടെ ചിൽഡ്രൻ എന്ന് പറയുന്നത് ക്രോസ് ആക്സിസ് അല്ല, ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ക്യാൻ ഹാവ് യുവർ ഇമേജ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഈ പേജിൽ സത്യത്തിൽ നമുക്ക് എന്തില്ല? ലെറ്റ് മീ കട്ട് ദിസ് ഔട്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എഴുതിയത് സൈസ്ഡ് ബോക്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് മീ മേക്ക് ദിസ് എ കോളം. കോളത്തിനകത്ത് സൈസ്ഡ് ബോക്സ് ഫസ്റ്റ്, രണ്ടാമത്തെ നമ്മളുടെ ഇമേജ് ഇൻഡിക്കേറ്റർ. ദെൻ ഇമേജ് ഇൻഡിക്കേറ്ററിനകത്ത് ആരൊക്കെ വേണം? ലെങ്ത് വേണം. ആരുടെ? let me think about it. Give me a second. Okay, so that should be, length should be, I think നമ്മളുടെ ലിസ്റ്റിന്റെ ലെങ്ത് വേണ്ടേ? എത്ര സർക്കിൾ വരണം? ലിസ്റ്റിന്റെ ലെങ്ത് ആണ്. ദെൻ കറണ്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? that should be active page. Okay, what is the error here? List can't be assigned to the type list widget. Okay, child row. നമ്മൾ എഴുതിയത് ഇമേജ് ഇൻഡിക്കേറ്റർ ആണ്. ഇമേജ് ഇൻഡിക്കേറ്ററിന്റെ ടൈപ്പ് ലിസ്റ്റ് ഓഫ്, ഇമേജ് ഇൻഡിക്കേറ്റർ അങ്ങനെ ഉണ്ടാക്കി ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ് ആണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്. ഓക്കെ, what is the error? Wait a second. That should be a row. This should be replaced with this thing. Okay, I think that should be a row. The children. ഞാനിവിടെ children എഴുതിയിട്ട് ഇവിടുത്തെ എറർ ഇതാണ്. ഇവിടുത്തെ എറർ, you don't need this thing because this is already a ചിൽഡ്രൻ എന്ന് എഴുതിയിട്ട് ഓൾറെഡി അത് ലിസ്റ്റാണല്ലോ. പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല?
ലിസ്റ്റ് നൊട്ടേഷൻ്റെ ആവശ്യമില്ല. ലെറ്റ് മീ സേവ് ദിസ് തിങ് ആൻഡ് യു ഹാവ് ഇൻഡിക്കേറ്റേഴ്സ് ഹിയർ. ആൻഡ് ഇതിപ്പോൾ എവിടെ വന്നത്? ഇത് റോ ആണ്. മെയിൻ ആക്സിസ് അലൈൻമെന്റ് ദാറ്റ് ഷുഡ് ബി സെൻറ്റർ. നൗ ഇറ്റ് ഈസ് ഇൻ സെൻറ്റർ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് വരണമെങ്കിൽ ഒന്നുകിൽ പാഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ സൈസ്ഡ് ബോക്സ് കൊടുക്കാം. 10 കൊടുത്തു. സേവ് ദിസ്. ഓക്കെ. സോ ഇവിടെയുള്ള പ്രശ്നം, ഞാൻ സ്ലൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സത്യത്തിൽ ഇതിന്റെ കളറൊക്കെ മാറുന്നുണ്ട്. എല്ലാം റെഡ് എന്നാണ് നമ്മൾ കൊടുത്തത്, അതുകൊണ്ടാണ് ഇത് മാറാത്തത്. അപ്പൊ ഈ കളർ എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? ഈ കളറ് നമ്മളുടെ കറണ്ട് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കളർ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. ഓക്കെ. അപ്പോൾ കറണ്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത് ഇവിടെ എഴുതിയ ഈ കറണ്ട് ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് ആണെങ്കിൽ, ഓക്കെ, ലിസ്റ്റിലെ ആ ഏതാണോ ഇപ്പൊ കറണ്ട്ലി ജനറേറ്റ് ചെയ്തത്, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ കറണ്ട് ഇൻഡെക്സ് ഇങ്ങനെ എഴുതി, കറണ്ട് ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ്. കറണ്ട് ഇൻഡെക്സ് നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്ത് കൊടുത്ത വാല്യൂ. ഇൻഡെക്സ് ഈ ലിസ്റ്റ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ഡോട്ട് ജനറേറ്റ് ആണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഈ ഓരോ ഐട്രേഷനിലും എന്ത് ചെയ്യും, ഇവിടെ 0 എന്ന് വരും. അപ്പോൾ ഒരു കണ്ടെയ്നർ ജനറേറ്റ് ആവും. ആ ഇൻഡെക്സ് ആണിത്. ഈക്വൽ ടു ഇൻഡെക്സ് ആണെങ്കിൽ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കളർ ഷുഡ് ബി, നമ്മൾ റെഡ് കൊടുക്കാം. കളർ ഷുഡ് ബി colors dot red. Otherwise that should be you can have something like, let me close this. ഏതായിരിക്കും വേണ്ടി colors dot, let's give it a black. Okay, save this thing. Now you can see, ഇവിടെ കണ്ടോ കളർ മാറിയത്. ഇപ്പൊ ഞാൻ ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ജമ്പ് ചെയ്ത് അപ്പുറത്തേക്ക് വരും. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജമ്പ് ചെയ്ത് അപ്പുറത്തേക്ക് വരും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. ദിസ് ഇൻഡിക്കേറ്റേഴ്സ് ക്യാൻ ബി, ദിസ് ഷുഡ് ബി 20. ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ വന്നിട്ടുണ്ടാവും. ഇഫ് യു വാണ്ട് എ ഗ്യാപ്പ്, ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരണമെങ്കിൽ, ആൻഡ് ദാറ്റ് ഷുഡ് ബി 15. ഓക്കെ, ഐ തിങ്ക് 15 ഈസ് ഇനഫ്. ഓക്കെ. ഇനി ഇതിന്റെ ഷേപ്പ് ഒക്കെ മാറ്റാം. സെലക്ട് ചെയ്ത് നിൽക്കുന്നത് ഒരു ഓവൽ ഷേപ്പിൽ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. യു ക്യാൻ പ്ലേ വിത്ത് ദിസ്. ഓക്കെ. ഇതാണ് നമ്മളുടെ ഇമേജ് സ്ലൈഡർ. ദ ലാസ്റ്റ് തിങ് ഇസ് യു നീഡ് ടു സ്ക്രോൾ ദിസ് ഓട്ടോമാറ്റിക്കലി. ഇതെന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്യണം. ഇപ്പൊ നമ്മളിത് മാനുവലി എന്ത് ചെയ്യാണ്, ഇവിടെ മൗസ് എടുത്തിട്ട് അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് നമ്മൾ സ്ലൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ലെറ്റ് മീ റൈറ്റ് എ മെത്തേഡ് ഹിയർ. ഓട്ടോ സ്ക്രോൾ എന്ന് വേണ്ടി ഒരു മെത്തേഡ് എഴുതി. ഓക്കെ. ആൻഡ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു റിട്ടേൺ എനിത്തിങ്. യു ക്യാൻ ഹാവ് എ void auto scroll. എന്തായിരിക്കും ചെയ്യേണ്ടി വരാം, ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു കോൾ ദ ടൈമർ ഈസ് കമ്മിങ് ഫ്രം .async എന്ന് പറയുന്ന പാക്കേജിൽ നിന്നാണ് വരുന്നത്. ഇമ്പോർട്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. ഐ എം ഗോയിങ് ടു കോൾ ദ ടൈമർ ഡോട്ട് പീരിയോഡിക്, ആൻഡ് ടൈമർ ഈസ് നോട്ട് ഇമ്പോർട്ടഡ് ഹിയർ, ആൻഡ് async എന്ന് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യണം. പീരിയോഡിക്, ആൻഡ് ദിസ് ഷുഡ് ബി ഡ്യൂറേഷൻ. Okay, you can give a seconds. I need 3 seconds. After 3 seconds എന്ത് ചെയ്യണം, ഇതെന്ത് ചെയ്യണം, നമ്മളുടെ പേജ് വ്യൂ ബിൽഡർ എന്ത് ചെയ്യണം, പേജ് കൺട്രോളർ എന്ത് ചെയ്യണം, നെക്സ്റ്റ് പേജിക്ക് മൂവ് ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു ഹാവ് ഇഫ് മൗണ്ടഡ് എന്ത് ചെയ്യണം, അണ്ടർസ്കോർ, ലെറ്റ്സ് റൈറ്റ് ദിസ് തിങ് ഇൻസൈഡ്. ഞാനത് പുറത്താണ് എഴുതിയത്. മൗണ്ടഡ് ഒക്കെ വരണമെങ്കിൽ വിഡ്ജറ്റ് ട്രീയിൽ മൗണ്ട് ചെയ്തോന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വരണം. ഓക്കെ, ഇവിടെ എഴുതുക ഇഫ് മൗണ്ടഡ് എന്ന് പറയുന്നത് അണ്ടർസ്കോർ പേജ് കൺട്രോളർ ഡോട്ട്, യു ക്യാൻ ഹാവ് നെക്സ്റ്റ് പേജ്. ഓക്കെ, നെക്സ്റ്റ് പേജിന് എന്തുണ്ട്, ഡ്യൂറേഷൻ, ആൻഡ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഡ്യൂറേഷൻ ക്ലാസ്. And you can have seconds or you can have milliseconds. Milliseconds. That should be 4 or 3, whatever it is. Okay, milliseconds, 500 milliseconds. Then you can have an animation. Curve എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൊടുത്തതാണ്. Curve എന്ന് പറയുന്നത് curves dot ease in out. And put a semicolon here.
ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ഓട്ടോ സ്ക്രോൾ എന്ന് പറഞ്ഞൊരു മെത്തേഡ് എഴുതി ആൻഡ് കോൾ ദാറ്റ് ഇൻ യുവർ ഇനിറ്റ് സ്റ്റേറ്റ്. ഞാൻ എന്ത് ചെയ്യാണ്? ഇനിറ്റ് സ്റ്റേറ്റിനകത്ത് കോൾ ചെയ്യാണ്. സൂപ്പർ ഡോട്ട് ഇനിറ്റ് സ്റ്റേറ്റ്, ദെൻ കോൾ യുവർ ഓട്ടോ സ്ക്രോൾ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, 3 seconds കഴിഞ്ഞ് എന്ത് ചെയ്യും? ഐ എം നോട്ട് ടച്ചിങ് ദ സ്ക്രീൻ. 3 seconds കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അത് സ്ക്രോൾ ചെയ്യും. ഓക്കെ, ആൻഡ് ഇത് സ്ക്രോൾ ആയിട്ട് അവിടെ നിന്നു, ഇവിടെ പോയി അവിടെ നിന്നു, ഇത് ലൂപ്പ് ചെയ്യുന്നില്ല. അതിലൊരു ഹാക്ക് ഇതാണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഇമേജ് ഡോട്ട് ലെങ്ത്തുമായിട്ട് 3 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഐ എം ഗോയിങ് ടു ഗിവ് ദിസ് എ ലാർജർ വാല്യൂ. ഞാനിവിടെ 1000 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ അത് എന്ത് ചെയ്യും? അത്രയും തവണ എന്ത് ചെയ്യും? ഇത് ലൂപ്പ് ചെയ്തോടുക. ഐ ഡോണ്ട് നോ ദിസ് ഈസ് ദ റൈറ്റ് വേ. ഐ തിങ്ക് ഇങ്ങനെ ആയിരിക്കും ചെയ്യാന്ന് വിചാരിക്കുന്നു. ഞാനൊരു ബിഗർ വാല്യൂ അവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ സ്ക്രീനിൽ ഇത്രയും നേരമൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാക്കില്ല. ഐ എം ഗെറ്റിംഗ് സം എറേഴ്സ് ഹിയർ. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ദാറ്റ് ഷുഡ് ബി. ലെറ്റ്സ് റീബൂട്ട് ദിസ് തിങ്. Okay, and you have most probably out of range error, and let me fix that. I think that is coming from this current page. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ എഴുതി നോക്കിയപ്പോൾ എററൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത്രയും വലിയൊരു വാല്യൂ കൊടുത്തത്. ഓക്കെ, ഐ എം ഗെറ്റിംഗ് എറർ. ജസ്റ്റ് ഞാൻ ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ ഐ തിങ്ക് നമ്മളുടെ എറർ എന്ന് പറയുന്നത്, നമ്മളിവിടെ പേജ് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തത് ഇമേജസിൻ്റെ ലെങ്ത് എടുത്തിട്ടാണ്. സത്യത്തിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ആ ലെങ്ത്ത് ഇൻഫൈനൈറ്റ് ആയിട്ടൊരു 1000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത്, അത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഐ തിങ്ക് വി ഹാവ് ടു ടേക്ക്, ഇവിടെ എന്ത് ചെയ്യണം? ലെറ്റ് മീ ടേക്ക് ഇൻഡ്. കാരണം അങ്ങനെ ഒരു ഇമേജ് എന്ത് ചെയ്യണ്ടാവില്ല, ഇവിടെ ലോഡ് ചെയ്യാനില്ല. അതായിരിക്കും ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡ്, ഇത് ട്രൈ നോക്കാം. ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് ഈക്വൽ ടു, വി ഹാവ് ദ പേജ് പൊസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാസ് ചെയ്ത് വന്നിട്ട് പെർസെൻറ്റേജ്, അതിൻ്റെ മോഡുലസ് എടുക്കുക. എന്ത് ചെയ്യണം? ഇമേജസ് ഡോട്ട് ലെങ്ത്. ഐ തിങ്ക് യു ഹാവ് ലെങ്ത്, മോഡ് ഇമേജസ് ഡോട്ട് ലെങ്ത്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഇമേജ് ബിൽഡ് ചെയ്തത് ഇമേജസ് ഡോട്ട് പേജ് പൊസിഷൻ വെച്ചിട്ടാണ്. ലെറ്റ് മീ മേക്ക് ദിസ് ടു ഇൻഡെക്സ്. ഓക്കെ, ലെറ്റ്സ് റീബൂട്ട് ദിസ് തിങ്. എന്തെങ്കിലും സംഭവിക്കുക നോക്കാം. ഓക്കെ, എറേഴ്സ് വരുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എറേഴ്സിനെ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയൊരു കാര്യം പഠിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഗ്രാജുവലി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് ടാക്കിൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണ്ട റേഞ്ച് എററാണ്, ആൻഡ് ദാറ്റ് ഈസ് വാനിഷ്ഡ്. ഓക്കെ, സോ ഇവിടെ നോക്ക്, ദ ഡീബഗ് കൺസോൾ ഇസ് ക്ലിയർ. ഓക്കെ, ആൻഡ് യു ആർ ഗെറ്റിംഗ് ഇൻഫൈനൈറ്റ് ലൂപ്പ്. ഇതിങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. എത്ര നേരം ലൂപ്പ് ചെയ്യും? നമ്മളിവിടെ കൊടുത്ത ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആകെ 4 ഉള്ളൂ നമുക്ക് ഇവിടെ. ആക്ച്വലി വി ഹാവ് 4 ഇമേജസ്. 4 into 1000 ഞാൻ കൊടുത്തിട്ടുണ്ട്. 4000 എന്ന് വേണ്ട. അത്രയും ടൈം എന്ത് ചെയ്യും? ഇത് ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളെ ആക്ച്വൽ ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്ച്വൽ ഇമേജ് 4 ഉള്ളൂ. ആ 4 മാത്രമേ നമ്മൾ ലോഡ് ചെയ്യിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊരു ഐ ഡോണ്ട് നോ ദിസ് ഇസ് എക്സാക്ട്ലി ഇങ്ങനെയാണോ ചെയ്യാന്നറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ ഇതിന്റെ ഒരു ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് ഈ രീതിയിലാണ് ആളുകൾ പറഞ്ഞത്. ഞാൻ അവിടെ 100 എന്നാണ് കൊടുത്തത്. യു ക്യാൻ മേക്ക് ഇറ്റ് 1000 വാട്ട് വാല്യൂ, എ ലാർജർ വാല്യൂ, ലെങ്ത് ഒരു ലാർജർ വാല്യൂ കൊടുത്തിട്ട് ലൂപ്പ് ചെയ്യാനാണ് പറയുന്നത്. ഇതല്ലാണ്ട് ലൂപ്പ് ചെയ്യാൻ ഇപ്പൊ നമ്മള് ഇമേജ് ഈ കറോസിൽ സ്ലൈഡറൊക്കെ പാക്കേജ് ഉപയോഗിക്കുന്നതിനകത്ത് ലൂപ്പ് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള പാരാമീറ്റർ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അതെങ്ങനെയാണ് എഴുതിയെന്ന് ഞാൻ ഡിഗ് ചെയ്ത് നോക്കിയിട്ടില്ല. ആൻഡ് നമ്മൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം, പേജ് കൺട്രോളർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ
ആക്ച്വലി പ്ലാൻ ചെയ്ത UI ആൻഡ് നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇമേജ് സ്ലൈഡർ ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് നമ്മൾ എഴുതിണ്ടാക്കിയതാണ്. ആൻഡ് യു ഹാവ് ദ കൺട്രോൾ ഓവർ ദിസ് തിങ്. വേറെ ആളുടെ പാക്കേജിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. മാക്സിമം പാക്കേജസ് കുറച്ച് എഴുതാണ് നല്ലത്. ഇപ്പോൾ പാക്കേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് അപ്ഡേറ്റ് ചെയ്യുന്നതിലൊക്കെ ഇഷ്യൂ ഉണ്ടായിരിക്കും. പബ്ഗെറ്റ് ചെയ്യുമ്പോഴൊക്കെ പാക്കേജ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഒക്കെ ഇഷ്യൂ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഫ്ലട്ടറിലെ ഡീഫോൾട്ട് ആയിട്ടുള്ള വിഡ്ജറ്റുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും അതിനകത്ത് എന്ത് ചെയ്യില്ല, വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ ട്രൈ ദിസ് തിങ്, ട്രൈ ചെയ്ത് നോക്കണം. ചുമ്മാ കണ്ടിരുന്നിട്ട് കാര്യമില്ല, ട്രൈ ചെയ്ത് നോക്കണം. ഐ വിൽ ഷെയർ യു ദ ഗിറ്റ്ഹബ് റെപ്പോ. യു ക്യാൻ ക്ലോൺ ദിസ് കോഡ്. ഓക്കെ, ദെൻ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൺസിഡർ സബ്സ്ക്രൈബിങ്. മോസ്റ്റ് ഓഫ് യു ആർ വാച്ചിങ് ബട്ട് നോട്ട് സബ്സ്ക്രൈബിങ്. ഐ നീഡ് യു ടു your support to promote my channel. Okay, I'm spending a lot of time for you, so subscribe with the help here. Okay, so comment ചെയ്യണം, share ചെയ്യണം. Thank you for watching, and I'll come with a new video with a full app. ഒരു Firebase ഫുൾ ആയിട്ടുള്ള Firebase പ്രോജക്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതൊരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെയ്തു വരുന്നതേ ഉള്ളൂ. വൺസ് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ആർക്കെങ്കിലും ഫ്ലട്ടർ പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. കുറച്ച് പേരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹവർലി ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ralphis.com എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക ralphis.com, ദാറ്റ് ഈസ് മൈ സ്റ്റാർട്ടപ്പ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അവർലി റേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൺലൈനിൽ നിങ്ങൾക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് മീൻസ് ക്ലാസ്സസ് തന്നെയാണ്. നിങ്ങൾ ബേസിക് ഫ്ലട്ടർ തുടങ്ങുന്ന ആളാണെങ്കിലും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺസെപ്റ്റുകളാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പ്രൊവൈഡർ പഠിക്കണം, യു ക്യാൻ പ്രൊവൈഡർ മാത്രം ഇത്ര ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 5 to 10 ക്ലാസ് അല്ലെങ്കിൽ ഒരു ചെറിയ ആപ്പ് പ്രൊവൈഡർ ചെയ്യുന്ന ഒരു ചെറിയ സെഷൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പൈസ മുടക്കി പഠിക്കേണ്ട ആവശ്യമില്ല. അവർലി ഒരു 450 ഒക്കെയാണ് നമ്മളെ റേറ്റ്. ഒരു മണിക്കൂർ 450. അങ്ങനെ ആഴ്ചയിൽ 2 മണിക്കൂറൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു 5 ക്ലാസ് കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ആ കൺസെപ്റ്റ് തീരും. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ എനിവേ കോൺടാക്ട് മീ. താങ്ക് യു ഫോർ വാച്ചിങ്.